എല്ലാവർക്കും പ്രിയാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ച ഒരു പലഹാരമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ സൈസ് നല്ല പഴുത്ത പാകമായിട്ടുള്ള മധുരമുള്ള പഴം എടുക്കുക. അതുപോലെ നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ പശുവിൻ പാലാണ് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നാളികേരപ്പാലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കോക്കനട്ട് ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്, അതാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ മാർക്കറ്റിൽ വല്ലാണ്ട് സുലഭമായിട്ട് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നണില്ല. ഞാനിവിടെ ശർക്കര തപ്പി നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. കോക്കനട്ട് ഷുഗർ വ്യത്യാസമുണ്ട് കേട്ടോ, ഇത് ശർക്കരയായിട്ട് വ്യത്യാസമുണ്ട്. കുറച്ച് നല്ല റേറ്റ് കൂടുതലാണ്, നല്ല റേറ്റ് ഉണ്ട് ഇതിന് ശർക്കരേനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ മേടിച്ച് നോക്കിയെന്ന് മാത്രം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത്രയും ഒരു പഞ്ചസാരയുടെ ഒരു മധുരം ഇല്ല ഇതിന്. അപ്പോൾ ഞാനിവിടെ നൂലപ്പത്തിൽ പാൽ ഒക്കെ എടുക്കുമ്പോൾ അതിലേക്ക് ഇടും, പിന്നെ ചായയിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഇടാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തോതിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഏലക്കായ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം 3 എണ്ണത്തിൻ്റെ കുരു എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തീരെ തരിയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കുക മാക്സിമം. ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നൈസ് വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിലേക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് കുഴച്ചിട്ട് നമുക്കൊരു ഉരുട്ടിയൊരു ഷേപ്പൊക്കെ ആക്കാവുന്ന ഒരു പരുവം വരെ, അതിന് എത്ര പൊടി ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അരിപ്പൊടിയും റാഗിപ്പൊടിയും ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആകെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ആകെ മൊത്തത്തിൽ ഇടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ മധുരം ഇത്ര തന്നെ മതിയിട്ട്. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പഴത്തിൻ്റെ ഒരു പുളിയും കൂടി അങ്ങനെ വേണം, വല്ലാണ്ട് മധുരത്തിൽ ഇതുണ്ട് ഉണ്ടാക്കേണ്ട, എത്ര തന്നെ മതി. ഇപ്പോൾ ഈ ഒരു പഞ്ചസാര വെച്ചാൽ 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി അതുപോലെ നല്ല ലൂസായിട്ടുള്ള നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ പിടിക്കുമ്പോൾ ഊർന്നിങ്ങനെ അടിയിലേക്ക് പോകണം, അതുപോലെ ഇത്തിരി ലൂസായിട്ടുള്ള ടൈപ്പ് വേണം ഡോ ഉണ്ടാക്കണമെങ്കിൽ. കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂണിൻ്റെ ബാക്കിലും പ്ലേറ്റിലും തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പരത്തണമെങ്കിൽ പരത്താം, അല്ലാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അതുപോലെ ഒന്ന് പരത്തി ഇത്തിരി കനത്തിൽ തന്നെ പരത്തുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുത്ത് പിന്നെയും ഉരുട്ടി അങ്ങനെ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ഷേപ്പിൽ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമാവും, അതുകൊണ്ട് കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയത് മാത്രം. ബാക്കി വന്ന ഇത് ഞാൻ മാവെല്ലാം ഉരുട്ടിയിട്ട് പിന്നെ ഉണ്ടകളാക്കി, ചെറിയ ചെറിയ ഉണ്ടകളാക്കാം, അല്ലാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ മുറിച്ചിട്ട് ഷേപ്പാക്കിയിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലാണ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം ആദ്യം സ്റ്റാറിൻ്റെ ഉണ്ടാക്കി വെച്ചു. ബാക്കിയുള്ളതെല്ലാം കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവാട്ടോ, എന്നിട്ട് ഇത് ഉരുട്ടി ഉണ്ടകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു ഉരുട്ടുമ്പോൾ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും, ഇത് വെന്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്, പിന്നെ ഒട്ടി പിടിക്കില്ല. അപ്പോൾ 2 തട്ടിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ മതി. ചെറിയ ചെറിയ ബോൾസ്, ചെറിയ ഷേപ്സ് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം കേട്ടോ. ചെറിയതാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഒരു 15 മിനിറ്റൊക്കെ ആവിയിൽ വേവിച്ചാൽ മതിയാവും. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നന്നായിട്ടൊന്ന് വറുത്തിട്ട് കോരി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഇതുപോലെ വറുത്തിട്ട് മാറ്റി വയ്ക്കട്ടെ ഇടയിലൊരു മധുരത്തിന്. ഞാൻ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മധുരത്തിനായിട്ട് പഴം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തു, എന്നിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയിൽ കടിക്കുമ്പോൾ. ഈ പഴം നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും തന്നെ നെയ്യ് ഒഴിച്ചാൽ മതിയാവും കേട്ടോ, വേറെ ഇനി പിന്നെ എക്സ്ട്രാ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നീക്കി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് 1/2 കപ്പ് ഞാൻ ഇവിടെ ചുവന്ന അവിലാണ് ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ നാളികേരം ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ശർക്കര പാനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊരു മധുരം, ലൈറ്റ് മധുരം ഇതിലേക്ക് വരണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, കാരണം വല്ലാണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ വല്ലാണ്ട് ക്രിസ്പാവും. അത് നമുക്ക് കടിക്കാൻ, കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കടിക്കാൻ ഭയങ്കരമായിട്ട് ക്രിസ്പായി പോകും. അപ്പോൾ വല്ലാണ്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മധുരം കുറച്ചും കൂടി വേണമായിരുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേവിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്.
സ്റ്റാർസും ആ ബോൾസൊക്കെ കാണാനായിട്ട്. ശരിക്കും ചോക്ലേറ്റിൻ്റെ പീസസൊക്കെ ഇരിക്കണ പോലെ ഉണ്ട്. കാണുമ്പോൾ കുട്ടികളൊക്കെ എടുത്ത് എന്തായാലും കഴിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നേരത്തെ ആ മിക്സ് ഇതിപ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ക്രിസ്പിനെസ്സിൻ്റെ ഇടയിൽ ആ പഴം കടിക്കുമ്പോഴും പിന്നെ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. നമ്മുടെ ബോൾസും സ്റ്റാർസൊക്കെ ഇട്ട് കൊടുക്കുക. കാഷ്യും നമ്മൾ മാറ്റി വെച്ചത് വറുത്തത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിച്ച് കോരി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ക്രിസ്പിനെസ്സിൻ്റെ ഇടയിൽ ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ബോൾസും സ്റ്റാർസൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം.